ഡൽഹിയിൽ നടന്ന പോലീസ് ആക്രമണത്തിനെതിരെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ഹോസ്ദുർഗ് യൂണിറ്റ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് കോടതി പരിസരത്താണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. ഡൽഹിയിൽ നടന്ന പോലീസ് അക്രമത്തിനെതിരെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ഹോസ്ദുർഗ് യൂണിറ്റ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് കോടതി പരിസരത്താണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി.കെ. ചന്ദ്രശേഖർ യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങളിൽ പ്രതിഷേധിക്കുന്നതിനാണ് കേരളത്തിലെ എല്ലാ കോടതി യൂണിറ്റുകളിലെയും അഭിഭാഷകർ ഇതുപോലെയുള്ള ധർണയുമായി വന്നിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, സുപ്രീം കോടതിയിലെ അഭിഭാഷകർ പോലും ഇന്നലെ സുപ്രീം കോടതിക്ക് മുമ്പിൽ ധർണ നിൽക്കുന്ന അഭൂതപൂർവമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്കറിയാം, യുവജന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം 37 ദിവസമായി നിരാഹാര സമരത്തിൽ ജന്തർ മന്ദർ നിൽക്കുകയാണ്. ആ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായ ആണി ഉപയോഗിച്ച ലാത്തികൾ കൊണ്ട് അടിച്ച്, അതുപോലെ തന്നെ ബുള്ളറ്റ് കൊണ്ട് അടിച്ച് ആ പ്രവർത്തകരെ മുഴുവനും ഒരു ചുള്ളിക്കമ്പ് പോലും കയ്യിലില്ലാത്ത ആ നിരാഹാരമിരിക്കുന്ന ഇന്ത്യയിലെ യുവത്വത്തിൻ്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാരെ ആക്രമിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ സഹിക്കാൻ കഴിയാതെ നോക്കിയിരിക്കുകയാണ്. അതിൻ്റെ പ്രതീകമായിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ, ശ്രീ ബഹുമാന്യായ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ ആ സമരവീഥികളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ആ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ മുഖത്തു നിന്ന് രക്തം വരുന്നത് നമ്മളെല്ലാവരും കണ്ടു. ഇങ്ങനെ ഏകാധിപത്യ രീതിയിൽ ഇന്ത്യയിലെ യുവത്വത്തിൻ്റെ സമാധാനപൂർണമായ സമരത്തെ അടിച്ചമർത്തുന്ന ഏകാധിപത്യ ശക്തികൾക്കെതിരെ അതിശക്തമായ ജനാധിപത്യ വിശ്വാസികൾ പ്രതികരിക്കുന്നതിനു വേണ്ടിയാണ് ഈ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോയേഴ്സ് കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി.കെ. സതീശൻ അധ്യക്ഷത വഹിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി. നാരായണൻ, ലോയേഴ്സ് കോൺഗ്രസ് യൂണിറ്റ് സെക്രട്ടറി പ്രസാദ് ബാബു എന്നിവർ സംസാരിച്ചു. ട്രഷറർ അഡ്വക്കേറ്റ് ജോണി സക്കറിയ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.